എറണാകുളം തൃപ്പൂണിത്തറയിലെ ചൂരക്കാട് എന്ന സ്ഥലത്തുണ്ടായ ഉഗ്ര സ്ഫോടനത്തിൻ്റെ നടുക്കത്തിലാണ് നാട്. ഈ സംഭവത്തിൽ രണ്ടുപേരാണ് മരണപ്പെട്ടത്. തിരുവനന്തപുരം പോങ്ങമൂട് സ്വദേശിയായ വിഷ്ണു, ദിവാകരൻ എന്ന 55 വയസ്സുകാരൻ എന്നിവരാണ് ഇപ്പോൾ മരണപ്പെട്ടതായിട്ടുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോൾ അവർ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. ഗുരുതരമായി ചികിത്സയിൽ കഴിയുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലുള്ളവരാണ്. ഇപ്പോൾ ഈ നാട്ടിൽ അവശിഷ്ടങ്ങൾ, അതായത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയും വൈദ്യുതി ബന്ധം ഒക്കെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമീപത്തുള്ള നിരവധി വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. ഏകദേശം 2 വീടോളം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. 2ാം നിലയിലെ വീടിൻ്റെ മേൽക്കൂര ഒപ്പം ഭിത്തി ഒക്കെ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാവിലെ ഒരു 10:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സംഭവം സംഭവ സ്ഥലത്തുണ്ടായ സമീപവാസിയായ സേതു മാധവൻ നമുക്കൊപ്പമുണ്ട്. ഇന്നലെ രാവിലെയാണ് ഈ സംഭവം കാണുന്നതല്ലേ? രാവിലെ ഒരു 9:15 9:30 മണിക്ക് മുമ്പ് വാൻ കയറി കുറച്ച് പേരുണ്ടായിരുന്നു. അവരധികം അതിൽ കുറച്ച് ആൾക്കാർ പോയിട്ട് 6-7 പേര് 8 പേര് ഇവിടെ ഉണ്ടായിരുന്നു. വാൻ കയറ്റിയിട്ട് പിന്നെ അവരത് ഇതിട്ട് മൊത്തം മൂടി. പിന്നെ ഈ വാനിൽ നിന്ന് സാധനം ഇറക്കാൻ വേണ്ടി വെടിക്കെട്ട് നടത്തുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് ഇറക്കാൻ വേണ്ടിയാണ് താമസം ഉണ്ടായിരുന്നത്. പക്ഷെ ആ താമസം അതൊരു വിനയായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അതും കൂടുതൽ ആളുകളെല്ലാം സഞ്ചരിക്കുന്ന ടൈമായിരുന്നു. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ആരും വന്നില്ല. അതുകൊണ്ട് കുറേ ആൾക്കാർ ഒരു അപകടം 2 പേര് അവരുടെ ആളുകൾ തന്നെ മരിച്ചത്. അതേസമയം ഇത് സാധനം ഒരൊറ്റ പൊട്ടായിരുന്നു. പൊട്ടി മൊത്തം അടിച്ചു പോയി. എല്ലാ സ്ഥലങ്ങളും ഡാമേജായി. പിന്നെ പൊട്ടിക്കഴിഞ്ഞിട്ട് ആംബുലൻസിൽ ഇവിടെ വരാൻ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിഞ്ഞില്ല. ജനങ്ങളെല്ലാം കൂടി, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആൾക്കാരും കൂടി, ചുമട്ടുതൊഴിലാളികളും മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും. ഈ ബ്ലാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ചേട്ടൻ ആ സമയത്ത് അടുത്തുണ്ടായിരുന്നു. ഓടി മാറുക റേഷൻ കെട്ടിട അകത്തായിരുന്നു. റേഷൻ കെട്ടിടത്താണ്. അപ്പോഴവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് പിന്നെ മൊത്തം പൊട്ടി കരിഞ്ഞ് ഒരു 2 പേര് തെറിച്ച് അപ്പുറത്തെ മതിലേ വന്ന് അടിച്ച് നിൽക്കണേ. ഒരാളെണീറ്റ് ചാകാൻ പോണേന്നും പറഞ്ഞിട്ടുള്ള ബഹളം. ഒരാൾ ചോരയെ കുളിച്ചിരിപ്പുണ്ട്. അയാളെ പൊക്കി ഇവിടെ നാട്ടുകാരെല്ലാവരും വന്ന് ഇവിടെ എത്തിയതും. പിന്നെ നാട്ടുകാർ കംപ്ലീറ്റ് ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും ഭയങ്കര സഹകരണമായിരുന്നു. ഭയന്നു പോയില്ല, കാരണം അവരുടെ വീട്ടിലേക്ക് ഈ ഒച്ച കേട്ടിട്ട് ഇവിടെ വന്നെ. അതല്ലാണ്ട് ഈ റോട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അരികത്ത് കൂടെ വരികയായിരുന്നു. അവർക്കെന്തോ പറ്റിയെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ഈ വീട്ടിലോട്ട് ഓടി കയറി. ഇപ്പോൾ അവരുടെ വീട്ടിലെന്തോ പറ്റിയെന്നൊക്കെ ഇപ്പോൾ അവരുടെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. നമ്മൾ കണ്ടില്ല ആ നേരത്ത്. പിന്നെ നാട്ടുകാർ പിന്നെ വരികയാണ്. എവിടെയാണ് സംഭവം നടന്നതെന്നറിയില്ല. അപ്പുറത്തൊരു പടക്കക്കടയുണ്ട്, ചെറിയ വിൽപ്പന. അവിടെയാണെന്ന് വെച്ചിട്ട് അവിടെ വന്ന ആൾക്കാർ, പിന്നെ യൂണിയൻകാരും എല്ലാവരും CHൻ്റെ ആൾക്കാരും മാത്രം ആളുകൾ രാഷ്ട്രീയ ഭേദം തന്നെയാണ്ട് ഇവിടെ വന്ന് സഹകരിച്ച് ബോഡി മുഴുവനും അവരെല്ലാവരും കൂടി സഹകരിച്ച് കയറ്റിക്കൊണ്ടുപോയി. ഈ സമീപ പ്രദേശത്ത് എത്ര നാശനഷ്ടങ്ങളൊക്കെയാണ് സംഭവിച്ചത്? ഈ കാണുന്നത് ഏകദേശം ഒരു 250 അധികം വീടുകൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്. ഒരു 6-7 വീടുകൾക്ക് പൂർണ്ണമായിട്ടും നഷ്ടമുണ്ടായിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു ഉദ്ദേശം കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 2.5 കോടിയുടെ നഷ്ടമാണ് ഒരു ഫസ്റ്റ് അവലോകനത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത്. ഇന്ന് വൈകിട്ട് ഞങ്ങളിവിടെ ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം 2 ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഒന്ന്, വെടിക്കെട്ട് പോലെയുള്ള അത്യധികം അപകടകരമായിട്ടുള്ള ഈ വെടിക്കെട്ട് നിരോധിക്കുക. രണ്ടാമത്തേത്, ഇതിന് കോമ്പൻസേഷൻ, ഈ ഇതിലൂടെ എല്ലാവർക്കും കോമ്പൻസേഷൻ തരുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവുക. ഇന്ന് വൈകിട്ട് ഞങ്ങൾ 6 മണിക്ക് ഇവിടെ അടുത്തുള്ളൊരു ഹാളിൽ വെച്ച് ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ വൈദ്യുതി ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ എവിടെയാണ് താമസിച്ചത്? എങ്ങനെയാണ് നിങ്ങളുടെ ഇന്നലത്തെ സാഹചര്യം? എൻ്റെ വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ അടുത്ത് തന്നെ ഒരു ക്യാമ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ NSSൻ്റെ തന്നെ ഒരു ഹാളുണ്ട്. അവിടെ വെച്ച് ഇന്നലെ ക്യാമ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെയായിരുന്നു അവർക്ക് ഭക്ഷണം മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. ക്യാമ്പിൽ കഴിയുന്നവരുണ്ട്. ഇനിയിപ്പോൾ ഇവരിവിടെ താമസിക്കാൻ ഇനിയെല്ലാം മുഴുവൻ സംഗതികളെല്ലാം ക്ലീൻ ചെയ്ത് ഇതെല്ലാം എടുത്ത് മാറ്റി, ജനലില്ല ഒന്നുമില്ലാണ്ട് കിടക്കുന്ന അവരവിടെ താമസിക്കും. സമയത്തൊരു LP സ്കൂളുണ്ടല്ലോ, അതിൻ്റെ അവസ്ഥ എന്താണത്? അവിടെയുള്ള അത്ര പ്രകടമായിട്ടില്ല. മറിച്ച് ഇതിനടുത്തൊരു നഴ്സറി സ്കൂളുണ്ട്. അവിടുത്തെ കുട്ടികൾ ഒരു 15ഓളം കുട്ടികളുണ്ടായിരുന്നു. ഈ ഭയാനമായ ശബ്ദം കേട്ടിട്ട് പിള്ളേർ ഒറ്റ കരച്ചിലായിരുന്നു. വളരെ പിഞ്ചു കുഞ്ഞുങ്ങളാണല്ലോ. അവരൊക്കെ ഭയങ്കര കുറേ നേരം അതിൽ നിന്ന് മോചനം കുറേ നേരം എടുത്തു. ടീച്ചറെല്ലാവരും കെട്ടിപ്പിടിച്ചിട്ടാണ് പിള്ളേർ റിലീസായത്. അത് ഇന്നലെ ഒരു പ്രത്യേകത വെച്ചാൽ ഇന്നലെ ആരും ഇല്ലാതിരുന്നൊരു ദിവസമായതുകൊണ്ടാണ് അപകടത്തിൻ്റെ ഇത് കുറച്ചത്. ഇപ്പോൾ ഇവിടെ ഒരു ഡാൻസ് ക്ലാസ് ഉണ്ട്. മിനിഞ്ഞാന്നാണെങ്കിൽ ഡാൻസ് ക്ലാസ്സിൽ പിള്ളേർ പഠിക്കുന്നതാണ്. അപ്പോൾ ഒരു ഹൗസ് വാമിങ് 10,000 പേര് അവിടെ വന്നതാണ്. അപ്പോൾ ഇന്നലെ ആയതുകൊണ്ട് ദൈവഭാഗ്യം കൊണ്ട് നമുക്കിന്ന് വലിയ സത്യം പറഞ്ഞാൽ ദൈവാനുഗ്രഹം. കാരണം എന്ന് പറഞ്ഞാൽ
ഈ ഇതിലേക്ക് പോകുന്നവനാണ് വന്നിരുന്നത്. ആ ടൈമിൽ തിരക്കുള്ള ടൈമിലാണ് കുറേ ആൾക്കാർ പോയത്. അത് തന്നെ ദൈവാനുഗ്രഹം. അതിന് ദൈവത്തോട് നന്ദി പറയാനേ പറ്റുള്ളൂ. ഏതായാലും ഇപ്പോഴും ആ ഒരു നടുക്കത്തിൽ നിന്നും അവർ മാറിയിട്ടില്ല. ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് സംഭവം നടന്നത്. നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്, ഈ ബ്ലാസ്റ്റിംഗ് നടന്ന ആ സമീപത്തുള്ളൊരു വീടാണ്. വീടിൻ്റെ അവസ്ഥ ഇതാണ്. ഈ വീട്ടിലേക്ക് ഇതിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു വീണു. മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിന് മുകളിലേക്ക് ഓടുകൾ വീണ് ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായ കാഴ്ച ഇതൊക്കെ തന്നെയാണ്. വലിയ നാശനഷ്ടങ്ങളാണ്, ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. ഈ തൃപ്പൂണിത്തുറയിലുള്ള പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വെടിക്കെട്ട് നടത്താറുള്ളതാണ്. ഞായറാഴ്ച വൈകുന്നേരം തെക്കും ഭാഗം ആളുകളുടെ അവർ നടത്തുന്ന വെടിക്കെട്ടായിരുന്നു. പിന്നീട് തിങ്കളാഴ്ചയാണ് വടക്കുംപുറംകാരുടെ വെടിക്കെട്ട് നടക്കുന്നത്. അതിനുവേണ്ടി വെടിക്കെട്ടിന് വേണ്ടി കൊണ്ടുവന്ന് സ്വരൂപിച്ച് സംഭരിപ്പിച്ച പടക്കങ്ങളാണ് ഇവിടെ പൊട്ടിത്തെറിച്ചത്. തിരുവനന്തപുരത്തു നിന്നുമുള്ള വാഹനത്തിൽ ഈ പടക്കങ്ങളുമായി എത്തുകയും ഈ വാഹനത്തിൽ നിന്നും മറ്റൊരു കെട്ടിടത്തിലേക്ക് ഇത് സംഭരിക്കുന്നതിന് വേണ്ടി കയറ്റുന്നതിനിടയിൽ എങ്ങനെയോ പൊട്ടിത്തെറി ഉണ്ടായാണ് അപകടമുണ്ടായത്. ഏതായാലും ഈ നാട്ടുകാർക്ക് അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അവരുടെ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് പരിക്കുകൾ, പൊള്ളലുകളൊക്കെ ഏറ്റിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നത് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഈ കാര്യത്തിൽ ഒരു കൃത്യമായ തീരുമാനമുണ്ടാക്കണം. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വേഗതയിൽ തന്നെ അത് പൂർത്തീകരിക്കണമെന്നൊരു ആവശ്യവുമായി നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൊച്ചി തൃപ്പൂണിത്തുറയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോടൊപ്പം CR ശ്യാം.